1990-കളുടെ അവസാനത്തിൽ കൺസ്ട്രക്ഷൻ ഫീൽഡ്, ട്രാൻസ്പോർട്ടേഷൻ, ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ സപ്ലൈ തുടങ്ങിയവയിലുണ്ടായ വൻ പുരോഗതി സൗത്ത് കൊറിയയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണമായി. സാംസങ്, LG, ഹ്യുണ്ടായി തുടങ്ങിയ വമ്പൻ കമ്പനികൾ ഇതിൽ പ്രധാന പങ്ക് വഹിച്ചു. മറ്റു മേഖലകളിലുണ്ടായ സാമ്പത്തിക പുരോഗതി സൗത്ത് കൊറിയയുടെ ചലച്ചിത്ര വ്യവസായത്തിലും പ്രതിഫലിച്ചു. ഇതിന്റെ കാരണമായി കൊറിയൻ സിനിമാ മേഖലയിൽ തന്നെ വലിയ മാറ്റങ്ങൾ വന്നു. ഈ മാറ്റത്തിന് ചുവട് പിടിച്ചിറങ്ങിയ സിനിമയാണ് ഷിറി. അന്നേ വരെ സൗത്ത് കൊറിയയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും ചെലവ് കൂടിയ സിനിമയായിരുന്നു ഷിറി. കൊറിയൻ സിനിമയിലെ തന്നെ ആദ്യത്തെ ഹോളിവുഡ് ലെവൽ മൂവി. കാം ജെ ക്യു രചനയും സംവിധാനവും ചെയ്ത് 1999 ഫെബ്രുവരി 13 പുറത്തിറങ്ങിയ സിനിമയാണ് ഷിറി. ഒരു ആക്ഷൻ ത്രില്ലർ ജനറിൽപ്പെട്ട ഈ സിനിമയിൽ ഹാൻ സു ക്യു, ചോയ് മിൻസിക്, സോങ് കാ ഹോ, യുൻ ജിൻ കിം എന്നിവരാണ് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. സൗത്ത് കൊറിയയ്ക്കും നോർത്ത് കൊറിയയ്ക്കും ഇടയിൽ വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന ശത്രുതയും തർക്കവുമാണ് ചിത്രത്തിന്റെ പ്രധാന വിഷയം. സൗത്ത് കൊറിയയിലെ ഗവൺമെന്റിലെ പ്രധാന വ്യക്തികളെ വധിക്കാൻ നോർത്ത് കൊറിയയിലെ ഒരു കൂട്ടം തീവ്രവാദി സംഘടന പദ്ധതിയിടുന്നു. പാർക്ക് മൂ യങ് എന്ന വ്യക്തിയാണ് ഈ തീവ്രവാദി സംഘത്തിന്റെ തലവൻ. പാർക്ക് മൂ യങ്ങിന്റെ നേതൃത്വത്തിൽ ഈ തീവ്രവാദി സംഘടന കഠിനമായി പരിശീലനം നടത്തുന്നു. ഈ തീവ്രവാദി സംഘടനയുടെ ഭാഗമായ ഒരു നോർത്ത് കൊറിയൻ സ്നൈപ്പർ കാലാകാലങ്ങളായി സൗത്ത് കൊറിയയിലുണ്ട്. ആ സ്നൈപ്പർ വർഷങ്ങളായി സൗത്ത് കൊറിയയിലെ പ്രധാന വ്യക്തികളെ വധിക്കുന്നു. സൗത്ത് കൊറിയൻ ഗവൺമെന്റ് ഈ ഉത്തര കൊറിയയിൽ നിന്നുള്ള സ്നൈപ്പറെ കണ്ടെത്താൻ ഏജന്റുമാരായ യു ജോങ്ങിനെയും ലീ ജാങ്ങിനെയും നിയമിക്കുന്നു. ഇവരുടെ അന്വേഷണങ്ങളിലൂടെയാണ് പിന്നീട് സിനിമയുടെ കഥ വികസിക്കുന്നത്. നോർത്ത് കൊറിയൻ തീവ്രവാദി സംഘടന അവരുടെ പദ്ധതികൾ പൂർത്തീകരിക്കുമോ അതോ സൗത്ത് കൊറിയ അവരെ തടയുമോ? ഇതെല്ലാമാണ് പിന്നീട് അങ്ങോട്ട് സിനിമയിൽ കാണിക്കുന്നത്. ക്ലൈമാക്സിനോടടുക്കുമ്പോൾ കാണുന്ന പ്രേക്ഷകനെ കോരിത്തരിപ്പിക്കുന്ന ഒരു ട്വിസ്റ്റ് സീനും കൂടെ സിനിമയിൽ. ക്ലൈമാക്സിലെ ആ ഒരൊറ്റ ട്വിസ്റ്റ് സിനിമയുടെ കഥാഗതി തന്നെ തിരിക്കുകയാണ്. ചിത്രത്തിന്റെ ആകെ ബജറ്റ് 8.5 മില്യൺ ആയിരുന്നു. അക്കാലത്ത് ഒരു സൗത്ത് കൊറിയൻ ചിത്രത്തിന്റെ ഏറ്റവും വലിയ ബജറ്റ് ആയിരുന്നു അത്. ചിത്രത്തിന്റെ ധനസഹായത്തിന്റെ ഒരു ഭാഗം സൗത്ത് കൊറിയൻ ഇലക്ട്രോണിക് കമ്പനിയായ സാംസങ് ആണ് വഹിച്ചത്. അന്നേ വരെ ഹോളിവുഡ് സിനിമകളും ഹോങ്കോങ് ആക്ഷൻ സിനിമകളും കണ്ടു ശീലിച്ച സൗത്ത് കൊറിയൻ പ്രേക്ഷകർക്ക് ഒരു അത്ഭുതം തന്നെയായിരുന്നു ഷിറി എന്ന സിനിമ. മേക്കിംഗ് കൊണ്ടും ക്വാളിറ്റി കൊണ്ടും ലോകോത്തര നിലവാരത്തിലുള്ള സൗത്ത് കൊറിയയിൽ നിന്നുള്ള ആദ്യത്തെ ആക്ഷൻ ത്രില്ലർ സിനിമയായിരുന്നു ഷിറി. അന്നേ വരെ സൗത്ത് കൊറിയയിൽ ഉണ്ടായിരുന്ന പല ബോക്സ് ഓഫീസ് റെക്കോർഡുകളും ഷിറി മറികടന്നു. 6.9 മില്യൺ ആളുകളാണ് ഷിറി എന്ന സിനിമ കണ്ടത്. ടൈറ്റാനിക്കിന്റെ 4.3 മില്യൺ എന്ന റെക്കോർഡ് പോലും ഷിറി ബഹുദൂരം കൊണ്ട് മറികടന്നു. ഏഷ്യയുടെ മറ്റു ഭാഗങ്ങളിലും ഷിറി എന്ന സിനിമ ഒരു വലിയ വിജയമായി. ജപ്പാനിൽ റിലീസ് ചെയ്ത സിനിമ ബോക്സ് ഓഫീസിൽ 1ാം സ്ഥാനത്തെത്തി. കൂടാതെ ഹോങ്കോങ്ങിൽ റിലീസ് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സൗത്ത് കൊറിയൻ ചിത്രമായി ഷിറി മാറി. ഷിറി എന്ന സിനിമയുടെ ഒരു വലിയ വിജയം സൗത്ത് കൊറിയൻ സിനിമാ വ്യവസായത്തെ തന്നെ അടിമുടി മാറ്റിമറിച്ചു. ഇന്ന് നമ്മൾ കാണുന്ന പല സൗത്ത് കൊറിയൻ സിനിമകൾക്കും തുടക്കമിട്ടത് ഷിറി എന്ന സിനിമയുടെ ഒരു വലിയ വിജയം തന്നെയായിരുന്നു. ഇന്നും കൊറിയൻ സിനിമയിലെ ആദ്യത്തെ ആക്ഷൻ ബ്ലോക്ക് ബസ്റ്ററായി
ഷിറി തുടരുന്നു. സിനിമയിലെ കഥാപാത്രങ്ങളിലേക്ക് വരുമ്പോൾ എടുത്തു പറയേണ്ടത് ചിത്രത്തിൽ വില്ലൻ വേഷം അവതരിപ്പിച്ച ചോയ് മിൻസിക്കിനെ പറ്റി തന്നെയാണ്. ചിത്രത്തിലെ വില്ലൻ വേഷം ചോയ് മിൻസിക്കിന് ഒരു വലിയ സ്വീകാര്യത നേടിക്കൊടുത്തു. ആ വർഷത്തെ മികച്ച നടനുള്ള സൗത്ത് കൊറിയയിലെ ഏറ്റവും വലിയ അവാർഡുകളിലൊന്നായ ഗ്രാൻഡ് ബെൽ അവാർഡിൽ മികച്ച നടനുള്ള അവാർഡും ചോയ് മിൻസിക് കരസ്ഥമാക്കി. ചിത്രത്തിൽ നായകന്മാരായി അഭിനയിക്കുന്ന ഹാൻ സ്യൂക്യുവും സാങ് കോ ഹോയും നായിക കഥാപാത്രം അവതരിപ്പിക്കുന്ന യുൻ ജിൻ കിമും ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്.